ഹലോ ഗൈസ്, ഇന്നിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മിക്കവാറും എല്ലാവർക്കും മനസ്സിലായി കാണും. കാരണം ഞാൻ ഓൾറെഡി ഷോർട്സിൽ പറഞ്ഞതാണ് ഞങ്ങൾ തൃശ്ശൂരാണ് പോകുന്നതെന്ന്. കൊല്ലത്ത് കാറിട്ടിട്ട് അവിടുന്ന് ട്രെയിനിൽ പോകാനാണ് പ്ലാൻ. ഏകദേശം 5 വർഷങ്ങൾക്ക് മുന്നേ ആമിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും പൊന്നും ഗുരുവായൂർ പോകുന്നത്. കഴിഞ്ഞ ജാനുവരിയിൽ തൃശ്ശൂർ പോയെങ്കിലും ഞങ്ങൾക്ക് വടക്കുംനാഥനിൽ കയറാനോ ഗുരുവായൂർ പോകാനോ പറ്റിയില്ല. കാരണം കലോത്സവത്തിൻ്റെ സമയത്താണ് പോയത്. പരിപാടി ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കതിനൊന്നും സമയം കിട്ടിയില്ല. മാത്രമല്ല സ്കൂളിൽ നിന്ന് കുറേ പേരുണ്ടായിരുന്നു. അപ്പം നമുക്കങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ വണ്ടി നമ്മൾ പാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. ഇതിപ്പോൾ പുതുതായിട്ട് പണിഞ്ഞതേ ഉള്ളൂ കൊല്ലത്ത്. ആദ്യമായിട്ടാണ് നമ്മൾ കയറുന്നത്. കറങ്ങി നല്ല രസമുണ്ടായിരുന്നു. പറയുമ്പോൾ തന്നെ തല കറങ്ങുന്നു. അതെന്തെങ്കിലും ആട്ടെ. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. പോകണമെന്ന് കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട്. ഗുരുവായൂരായാലും വടക്കുംനാഥനിലായാലും കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നതാണ്. ഈ വെക്കേഷൻ എന്തായാലും പോകുന്ന തീരുമാനിച്ചതാണ്. വൈശാഖ മാസവും വെക്കേഷനും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും എന്നറിയാം. എന്നാലും പോകണമെന്നുള്ള വാശിക്ക് ഞങ്ങളങ്ങ് പോവാണ്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അച്ഛൻ ടിക്കറ്റ് എടുക്കാൻ പോയ സമയത്ത് ഞങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് പോവാണ്. കുറേ നാളായി ഈ വഴികളിലൂടെയൊക്കെ നടന്നിട്ട്. അപ്പോൾ പണ്ട് പോയ കഥകളും ഒക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ആമിക്ക് ചോറ് കൊടുക്കാൻ പോയ സമയത്ത് ഞങ്ങൾ ഗുരുവായൂർ പോയപ്പോൾ ഒരു മാമൻ ശയനപ്രദക്ഷിണം ചെയ്യുന്നത് കണ്ട് വഴിമാറിക്കൊടുത്ത് ഞങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് പൊന്നുവിനെ കാണാതെ പോയി. പിന്നെ എവിടെ നിൽക്കുകയോ തപ്പി കണ്ടുപിടിച്ചതാണ്. ആ കഥയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തെ ചെന്നുകൊണ്ട് തന്നെ ട്രെയിനുകൾ പോകുന്നതും വരുന്നതും ഒക്കെ കണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ എത്തി. വേറെ ട്രെയിനിലൊന്നും വെക്കേഷൻ ആയതുകൊണ്ടായിരിക്കും സീറ്റ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ AC ആണ് ബുക്ക് ചെയ്തത്. അങ്ങനെ ട്രെയിനിൽ കയറി ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് രസിച്ച് നമ്മളിങ്ങനെ പോവായിരുന്നു. കുറേ നാൾ ഞാൻ പറഞ്ഞില്ലേ 5 വർഷമായി ഞാനും പൊന്നുമൊക്കെ ട്രെയിനിൽ കയറിയിട്ട്. അമ്മ കഴിഞ്ഞ മാസം വേദുവിന് ചോറ് കൊടുക്കാൻ പോയായിരുന്നു. അച്ഛനും ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് ട്രെയിനിൽ പോയിട്ടുണ്ട്. ഞാനും പൊന്നും എപ്പോഴും പറയും ട്രെയിനിൽ കയറണമെന്ന്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ട്രെയിനിൽ കയറിയ സന്തോഷത്തിൽ കാഴ്ചയൊക്കെ കണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. കാരണം നമ്മൾ നേരെ വടക്കുംനാഥനിൽ കയറുകയാണ്. അവിടെ റൂമൊന്നും എടുക്കുന്നില്ല. അപ്പോൾ പിന്നെ ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് ഉടനെ അമ്പലത്തിൽ കയറുന്നത് ശരിയല്ലോ. അതുകൊണ്ട് നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ തന്നെ ഇരുന്ന് പോവായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ട്രെയിനിൻ്റെ സൈഡ് സീറ്റിലിരുന്ന് പുറത്ത് കായലും പുഴയൊക്കെ കണ്ടിട്ട്. അത് വേറൊരു ഫീലാണ്. നമ്മൾ ബസ്സിലോ കാറിലോ ഒന്നും പോകുമ്പോൾ കിട്ടാത്തൊരു ഫീലാണ് ട്രെയിനിലിരുന്ന് കിട്ടുമ്പോൾ. അതെന്താ അങ്ങനെയെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഇടയ്ക്ക് മാത്രം കയറുന്നതുകൊണ്ടായിരിക്കും. ഇത്രയും കൊല്ലമൊക്കെ കഴിഞ്ഞ് കയറുന്നതല്ലേ. അങ്ങനെ നമ്മൾ തൃശ്ശൂരെത്തി. നേരെ പോയി ഫുഡ് കഴിച്ചു. രാവിലെ ആയിരുന്നു ട്രെയിൻ. അപ്പം നമ്മൾ ഉച്ച ഒരു 2-2:15 തൃശ്ശൂർ ചെന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വടക്കുംനാഥൻ തുറന്നില്ലല്ലോ ആ സമയത്ത്. ഞങ്ങളവിടെ പോയി ഇരുന്നു. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞാൻ ഒരു കമ്മൽ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതാണ്. കാരണം കലോത്സവത്തിന് വന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ എടുത്തൊരു കമ്മലായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരെണ്ണം എവിടെ പോയെന്ന് കാണാനില്ല. കുറച്ച് നാൾ മുന്നേ അത് കളഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെ ഇത്തവണ ചെല്ലുമ്പോൾ അത് നോക്കുമെന്ന് വിചാരിച്ച് നോക്കി കണ്ടുപിടിച്ച് ഗൈസ് എനിക്കത് കിട്ടി. നാളെ ഗുരുവായൂർ പോകുമ്പോൾ അത് ഇടണം എന്നാണ് എൻ്റെ പ്ലാനിങ്. അതിനിടയിലൂടെ ഞങ്ങൾ പോയി ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ അമ്പലമൊക്കെ തുറന്ന് അമ്പലത്തിൽ കയറി തൊഴുതതിന് ശേഷം ഞങ്ങൾ നടന്ന് ക്ഷീണിച്ചു. കലോത്സവത്തിന് വന്നപ്പോഴായാലും ശരിക്കും നടന്ന് ഈ മൈതാനം മുഴുവൻ ഞങ്ങൾ കണ്ടു ഗൈസ്. ആസ്വദിച്ച് കണ്ടു. കാരണം ഞങ്ങൾക്ക് ഏതൊക്കെ സ്റ്റേജാണ് എവിടേക്കാണെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഈ മൈതാനം വൃത്തിയായിട്ടറിയാം. പിന്നെ ഈ വഴി ഞാൻ കാണിക്കുന്നത്, ഞാൻ അന്ന് കലോത്സവത്തിന് ഹിന്ദി പോയം റൈറ്റിംഗ് ആയിരുന്നു എൻ്റെ സ്റ്റേറ്റ് കലോത്സവത്തിൻ്റെ ഐറ്റം. ആ വഴിക്കാണ് ഞാൻ അന്ന് ഇരുന്ന് എഴുതിയ സ്കൂൾ. അങ്ങനെ അതൊക്കെ എടുത്ത് ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് പോയപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് നമുക്ക് ക്രോസ് ചെയ്യുന്നതിന് പകരം അടിപ്പാത വഴി പോവാണ്. ഫസ്റ്റ് ടൈമാണ് ഞാനിത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഞങ്ങളിപ്പം റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളെല്ലാവരും ഇത് കൊള്ളാലോ എന്നുള്ളൊരു ചിന്തയായിപ്പോയി. ഇങ്ങനെ ഞങ്ങൾ നേരെ പോയത് പാറമേക്കാവ് അമ്പലത്തിലേക്കാണ്. അവിടെ കയറി അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നറുനണ്ടി സർബത്തും കുടിച്ചിട്ട് ഞങ്ങൾ വടക്കുംനാഥനോട് ടാറ്റ പറഞ്ഞ് ഇനി എപ്പോഴെങ്കിലും വരാം എന്നുള്ള വിശ്വാസത്തിൽ പെട്ടെന്ന് തന്നെ വരാൻ ശ്രമിക്കാം എന്ന് വാക്ക് കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ട്രെയിനിൽ കയറി ഗുരുവായൂർ ചെന്ന് റൂം ബുക്ക് ചെയ്ത് കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. നെക്സ്റ്റ് ഡേ രാവിലെ 2 മണിക്ക് എഴുന്നേൽക്കണമെന്നാണ് അമ്മ പറഞ്ഞത്. ശരിക്കും ഉറങ്ങിയ പോലും ഇല്ല. അടുത്ത വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റ.